ഹായ് ഹലോ ഏഞ്ചൽ ബ്ലെസ്സിങ് ടാരോ റീഡിങ്ങിലേക്ക് സ്വാഗതം. എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്ങും ആക്ഷനും നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എൻ്റെ വ്യൂസിനെ സംബന്ധിച്ചുള്ള കറണ്ട് ഫീലിങ്സും ആക്ഷനും ആദ്യം നമുക്ക് ഫീലിങ്സ് നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. 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 എൻ്റെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ്, എൻ്റെ വ്യൂസിനെ പറ്റിയുള്ള കറണ്ട് ഫീലിങ്സ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. 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 എൻ്റെ വ്യൂസിനെ പറ്റി പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. Four of Wands, okay? Overall energy. King of Wands. Six of Wands. The Strength. Page of Wands. King of Swords. Four of Wands. Okay, ഇത് ഓവറോൾ എനർജിയാണ്. ഓക്കെ, വന്നിരിക്കുന്ന നമ്പേഴ്സ് 1, 6, 8, 4. 1 ആവർത്തിച്ചാണ് വന്നിരിക്കുന്നത്. മഹീനെ മന്ത് പറയുകയാണെങ്കിൽ ജനുവരി, ജൂൺ, ഓഗസ്റ്റ്, ഏപ്രിൽ. ഓക്കെ, ഫയർ സൈൻ, എയർ, എർത്ത്. സ്കോർപിയോ, വൃശ്ചികം. സജിറ്റേറിയസ്, ധനു. ലിയോ, ചിങ്ങം. ടോറസ്, ഇടവം. ജെമിനി, മിഥുനം. ഏരീസ്, മേടം. ഓക്കെ, ഇത് റെസിനേറ്റ് ആകുന്നതെന്ന് നോക്കുക. നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള വ്യക്തിയാണ്. ഏതെങ്കിലും കുറച്ച് ആൾക്കൂട്ടത്തിൻ്റെ ഇടയ്ക്ക് പോയിരുന്നാൽ തന്നെയും അവിടെ നിങ്ങൾ ലീഡർഷിപ്പ് ക്വാളിറ്റി എടുക്കാൻ തക്കവണ്ണമുള്ള ഒരു സ്ട്രോങ് അത് ഓട്ടോമാറ്റിക്കലി കറങ്ങി അവരിൽ തന്നെ വരുമായിരിക്കും. നിങ്ങളിലോ അവരിലോ വരും. കുറച്ച് ആൾക്കാരെ നിയന്ത്രിക്കാനുള്ള ഒരു ചുമതല നിങ്ങളിലേക്ക് തന്നെ അറിയാതെ തന്നെയാണെങ്കിലും വന്നിരിക്കും. ഓക്കെ, അങ്ങനെ ഒരു ക്വാളിറ്റി ഉള്ള വ്യക്തിയായിരിക്കും നിങ്ങളുടെ പേഴ്സണോ നിങ്ങളോ. ഓക്കെ, ഇന്ന് നിങ്ങളെക്കുറിച്ചുള്ള ഒരു മൈൻഡാണ്, ഒരു ചിന്തയാണ് നിങ്ങളുടെ പേഴ്സണ്. നിങ്ങൾ അങ്ങനെയുള്ളൊരു വ്യക്തിയാണ്. ഏതൊരു കാര്യത്തെക്കുറിച്ചും നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ അതിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളൊരു വ്യക്തിയാണ്. അല്ലെങ്കിൽ നല്ലൊരു വൈഫ് മെറ്റീരിയൽ, അല്ലെങ്കിൽ നല്ലൊരു ഹസ്ബൻഡ് മെറ്റീരിയൽ ആണ് നിങ്ങളെന്ന് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, കറണ്ട് സിറ്റുവേഷനിലാണ്, നിങ്ങളിലേക്കാണ് അവർ നോക്കുന്നത്. ഒരു ന്യൂ ബിഗിനിങ് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഏത് പൊസിഷനിലായിരിക്കുന്നോ, ചിലപ്പോൾ നിങ്ങൾ ഒരു ജോലിയാണെങ്കിൽ തന്നെ, നിങ്ങൾ നിൽക്കുന്ന ഏത് പൊസിഷനിലാണെങ്കിൽ തന്നെയും അതിന് നല്ല രീതിയിൽ കൊണ്ടുപോകാനുള്ള കഴിവുള്ള വ്യക്തിയാണ് നിങ്ങളെന്ന് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്കൊരു ഉത്തരവാദിത്തപ്പെട്ട നിങ്ങളുടെ വീട്ടിലൊക്കെ തന്നെയാണെങ്കിൽ തന്നെയും നിങ്ങൾ ഏറ്റവും നല്ലൊരു ലീഡർഷിപ്പ് ആണെങ്കിലും ആ ഒരു മാനേജ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു കഴിവ് നിങ്ങളിലുണ്ട് എന്ന് നിങ്ങളുടെ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട്. ഓക്കെ, ഇന്ന് രാവിലെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങളിലേക്ക് ഒരു ന്യൂ ബിഗിനിങ് അവരാഗ്രഹിക്കുന്നുണ്ട്, ഒരു റീയൂണിയൻ അവരാഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അത് വെറുതെ ഉള്ളതല്ല.
ജീവിതത്തെ മുഴുവനും ഒരു മാറ്റിമറിക്കുന്ന രീതിയിലുള്ള ഒരു സക്സസ് ആയിട്ടുള്ള എല്ലാവരെയും അറിയിച്ചു കൊണ്ടുള്ള, ഇതുവരെ നിങ്ങളുടെ റിലേഷൻ മറ്റുള്ളവരെ അറിയിക്കാതെ രഹസ്യമാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ പേഴ്സൺ മറ്റുള്ളവരെ കൂടി അറിയിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും അറിഞ്ഞുള്ള ഒരു റിലേഷൻ ആക്കണമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, രഹസ്യമാക്കി വെച്ചിരിക്കുന്നവർക്ക് മാത്രമാണ് ഇത് റെസനേറ്റ് ആകുന്നത്. ഓക്കെ, ഈ ഒരു കാര്യം സംസാരിച്ചത്. അപ്പോൾ അതിന് മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഉള്ള സ്ട്രെങ്ത് നിങ്ങളുടെ പേഴ്സൺ എടുക്കുകയാണ്. ഓക്കെ, മെൻ്റലി സ്ട്രോങ് ആവാൻ ശ്രമിക്കുകയാണ്. ചിലപ്പോൾ അവരുടെ വീട്ടുകാരെ, അവരുടെ കൂടെയുള്ള വ്യക്തികളെയോ, ആരെങ്കിലും നിങ്ങളുടെ റിലേഷന് എതിരായിട്ട് നിൽക്കുന്ന ഏതെങ്കിലും സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ആ സിറ്റുവേഷനിലേക്ക് അവർ മൈൻഡ് സ്ട്രോങ് ആയിട്ട് കൊണ്ടുവരാൻ ചിന്തിക്കുകയാണ്. ഓക്കെ, കറണ്ട് ഫീലിങ്സ് ആണ്. എന്തൊക്കെ കാര്യങ്ങൾ കടന്നു പോകണം എങ്കിൽ മാത്രമേ നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിലുണ്ടായ പ്രശ്നങ്ങളായിരിക്കും. ആ പ്രശ്നങ്ങളെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളായിട്ട് നിങ്ങൾ തങ്ങൾ പിരിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രശ്നത്തെ എന്തായിരുന്നാലും ആ പ്രശ്നവുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുമ്പോഴത്തേക്കും നിങ്ങൾ ചില ചോദ്യങ്ങൾ ചോദിച്ചെന്നിരിക്കും. അപ്പോൾ ആ ചോദ്യങ്ങളെ ഫേസ് ചെയ്യാനുള്ള സ്ട്രെങ്ത് എടുക്കുകയാണ് അവർ. ഓക്കെ, അടുത്തത് ദ പേജ് ഓഫ് വാണ്ടാണ്. ഒരു പുതിയ ഐഡിയാസ് നോക്കിയിട്ട് നിങ്ങളിലേക്ക് എങ്ങനെ വരാം, നിങ്ങളുടെ റിലേഷൻ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം, കുറച്ചുകൂടി ഹെൽത്തി ആയിട്ട് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള ഐഡിയാസ് അവർ നോക്കുകയാണ്. ഒരുപാട് ആൾക്കാരെ, കാരണം ജീവിത അനുഭവം ഉള്ളവരുടെയൊക്കെ അടുത്ത് പോയി അവർ ഓരോ കാര്യങ്ങൾ നിരീക്ഷിക്കുകയാണ്. അവരുടെ ജീവിതത്തിൽ അവരുടെ മുന്നിലൊക്കെ ഉള്ള ഓരോരുത്തർ നല്ല രീതിയിൽ ജീവിക്കുന്നു. അപ്പോൾ അവരുടെയൊക്കെ കാര്യങ്ങളിലൊക്കെ അവർ നിരീക്ഷിക്കുകയാണ് ഓരോ കാര്യങ്ങൾ. ഓക്കെ, എങ്ങനെയാണ് ഒരു ബെറ്റർ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നുള്ളതിനെക്കുറിച്ച് പല സ്ഥലങ്ങളിൽ, ചിലപ്പം മോട്ടിവേഷൻ ആൾക്കാരുടെ അടുത്താണെങ്കിലും മറ്റേതെങ്കിലും ആൾക്കാരുമായിട്ടുള്ള ഒരു ജീവിത രീതിയെ അവർ നിരീക്ഷിക്കുകയാണ്. ഓക്കെ, നിങ്ങളെ അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളിൽ ഒരു റിലേഷനിൽ വിജയം കണ്ടെത്തണം എന്നവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ റിലേഷനിൽ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് മെയിലും ആവാം ഫീമെയിലും ആകാം. അങ്ങനെ ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് തടസ്സം നിൽക്കുന്നത് എന്നുള്ള കാര്യം അവർക്ക് ഇതുവരെ അറിയത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അവരുടെ ചിന്തകൾ, അവരുമായിട്ട് സംസാരിച്ച് വരുന്ന കാര്യങ്ങളെക്കുറിച്ച്, കാരണം ഈ തേർഡ് പാർട്ടി എപ്പോഴും നിങ്ങളുടെ പേഴ്സണുമായിട്ട് വന്ന് സംസാരിച്ച് നിൽക്കുന്നത് നിങ്ങളെക്കുറിച്ച് തങ്ങളെ ചേർത്ത് വെക്കാൻ വേണ്ടിയിട്ടായിരുന്നില്ല. പക്ഷെ എപ്പോഴും നിങ്ങളുടെ പേഴ്സൺ വിചാരിച്ചിരുന്ന ലൈഫ് നേരെ ഒരുമിച്ച് പോകാൻ വേണ്ടിയിട്ടാണ് ഇവർ വന്ന് സംസാരിക്കുന്നത് എന്നായിരുന്നു നിങ്ങളുടെ പേഴ്സൺ ചിന്തിച്ചിരുന്നത്. പക്ഷേ ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് അവരുടെ ഉള്ളിൽ ഒരു ദേഷ്യമുള്ള, അല്ലെങ്കിൽ ഒരു നല്ല രീതിയിൽ ജീവിക്കുന്നത് കാണാൻ താല്പര്യമില്ലാത്ത വ്യക്തിയായിരുന്നു. പക്ഷെ നിങ്ങളുടെ പേഴ്സൻ്റെ മുമ്പിൽ അവർ മറ്റൊരു ഫേസിലൂടെ അവർ നിന്നിരുന്നു. ഓക്കെ, നിങ്ങളുടെ പേഴ്സണെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന, പേഴ്സൻ്റെ നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത് എന്നുള്ള രീതിയിൽ, സ്ട്രേറ്റ് ഫോർവേഡ് ആണ് എന്നുള്ള രീതിയിൽ അവർ സംസാരിച്ചിരുന്നു. ഓക്കെ, അത് മെയിലും ആകാം ഫീമെയിലും ആകാം. ഓക്കെ, അവരെ ഭരിച്ചിരുന്നത് മൊത്തവും ഇങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്യരുത് എന്ന് ഭരിച്ചിരുന്നത് മൊത്തം ഈ തേർഡ് പാർട്ടി ആയിരുന്നു. ഓക്കെ, ലവ് തേർഡ് പാർട്ടി ആകണമെന്നില്ല, ഫ്രണ്ട്സ് ആവാം, അല്ലെങ്കിൽ പാരൻസ് ആരെങ്കിലും ആകാം. അവരെ നിയന്ത്രിക്കാൻ വേണ്ടി അവർ ഇപ്പം മെയിലാണെങ്കിൽ തന്നെയും കൂട്ടുകാരന്മാരുടെ ഇടയിൽ തന്നെയും എടാ നീ അങ്ങനെ ചെയ്യാൻ പാടില്ല, എടാ നീ അവളോട്ട് മിണ്ടാൻ പാടില്ല, അല്ലെങ്കിൽ അത് ശരിയാവത്തില്ല, നിനക്കതൊക്കെ പ്രശ്നമാവുമേ എന്നുള്ള രീതിയിൽ ഉപദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ പേഴ്സൺ ഒരു നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുമായിട്ടൊന്ന് മിണ്ടാൻ സംസാരിക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇവരിങ്ങനെയുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ മുമ്പ് നടന്നിട്ടുള്ള ഓരോരുടെ ലൈഫിൽ നടന്നിട്ടുള്ള ഓരോരോ കാര്യങ്ങളെടുത്ത് എക്സാമ്പിളിട്ട് നിങ്ങളുടെ പേഴ്സണെ പിറകോട്ട് വലിക്കുന്ന രീതി. അപ്പോൾ ആ ഒരു കാര്യത്തെക്കുറിച്ചും, കാരണം ആ ഒരു വ്യക്തി ജെന്യുവിൻ അല്ല കൂടെ നിൽക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ചും
ചിന്തിച്ചിരുന്നു. ഓക്കെ, അപ്പോൾ ഇനി അവർ ചിന്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി അവരുടെ കാര്യം, നിങ്ങളുടെ പേഴ്സൻ്റെ കാര്യം പേഴ്സൺ തന്നെ തീരുമാനിച്ചോളും. നിങ്ങളുമായിട്ട് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകണം, നിങ്ങളെ വിവാഹം കഴിക്കണം എന്നുള്ള രീതി നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കണം. നിങ്ങളുമായിട്ടൊരു സെലിബ്രേഷൻ വേണം. നിങ്ങൾ ഇതുവരെയും നിങ്ങളുടെ പേഴ്സണെ ഓർത്തിട്ട് വിഷമിച്ചിട്ടുണ്ടെങ്കിൽ, കരഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു അവസാനം വന്ന് നിങ്ങളുമായിട്ടൊരു സെലിബ്രേഷൻ മുമ്പോട്ട് പോകണം. നിങ്ങൾ ഇനി ഒരുമിച്ച് ജീവിക്കാൻ താല്പര്യപ്പെടുന്ന, അല്ലെങ്കിൽ ഒരുമിച്ചുള്ള ഒരു ജേണി സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതൊക്കെ നിങ്ങളുടെ പേഴ്സൺ ഇന്ന് ചിന്തിച്ചിരുന്നു. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് ആണ് ഇതെല്ലാം. ഫീൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പം നമുക്ക് ഇതിനെ ഒന്ന് ക്ലാരിഫൈ ചെയ്യാം. ക്ഷമിക്കണം, റെക്കോർഡിങ്ങിന് ശേഷം നോക്കിയപ്പോഴത്തേക്ക് വോയിസ് ഒന്നും റെക്കോർഡ് ആയിട്ടില്ലായിരുന്നു. ഓക്കെ, ഇത് കിട്ടിയിരിക്കുന്നത് 9 ഓഫ് സോഡ് ആയിരുന്നു. നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ അവരുടെ സ്ഥാനമാനങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ അവരുടെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തികൾക്ക് ഒരുപാട് ഇമ്പോർട്ടൻ്റ് കൊടുത്തിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നില്ല എന്ന മോർണിംഗിൽ നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുക. കറണ്ട് ഫീലിങ്സിൽ അങ്ങനൊരു ഫീലിങ്സ് വരികയും അതിനെ ഓർത്തിട്ട് ഒരുപാട് നിങ്ങൾ വിഷമിച്ചിരുന്നു എന്നും ഓർത്ത്. കാരണം നിങ്ങൾക്ക് എത്രത്തോളം പ്രിയപ്പെട്ടതായിരുന്നു, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ആ വ്യക്തി ഓർക്കുന്നു. അപ്പം നിങ്ങളെ ഉപേക്ഷിച്ച് പോയതിൽ നിങ്ങൾ എന്തുമാത്രം വേദനിച്ചിട്ടുണ്ടാകും എന്നതിനെക്കുറിച്ച് അവർ ഓർക്കുന്നുണ്ട്. ഓക്കെ, ആ ഓർമ്മയിൽ തന്നെ അവർക്ക് അതീവ വേദന ഉണ്ടാവുകയായിരുന്നു. 9 ഓഫ് സോഡ് അവരുടെ മുതുകിൽ കുത്തിയതിൻ്റെ പെയിനായിരുന്നു അവർ അനുഭവിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, അവർക്ക് ഒന്ന് ഉറങ്ങാൻ പോലും കഴിയാത്ത രീതിയിൽ അവർ വേദനിച്ചിരുന്നു. ഓക്കെ, രാവിലെ അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നത് അങ്ങനെയാണ്, കറണ്ട് ഫീലിങ്സിൽ ഓർക്കുന്നതാണ്. ഓക്കെ, നിങ്ങളെ അവർ വിളിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു എങ്കിലും ചിലപ്പോൾ നിങ്ങളൊരു പേജ് നിറച്ച് അവർക്ക് മെസ്സേജ് അയച്ചിരുന്നാൽ തന്നെയും തിരിച്ച് അവരുടെ ഭാഗത്തുനിന്ന് 1-2 വരികൾ മാത്രമായിരിക്കും അതിൽ നിന്ന് തിരിച്ച് വരുന്നത്. നിങ്ങൾ ചോദിച്ചതിനൊന്നും ഉള്ള കറക്റ്റ് ഉത്തരം പോലും അവർ തരത്തില്ല. കാരണം അവരൊരിക്കലും നിങ്ങളെ ശ്രദ്ധിച്ചിരുന്നില്ല. നിങ്ങളെപ്പോഴും കൂടെ ഉണ്ടാകുമല്ലോ എന്നുള്ള ഒരു ചിന്ത മാത്രമേ ഉള്ളായിരുന്നു. അവരൊരിക്കലും നിങ്ങളെ നോക്കുകയോ നിങ്ങളെ മൈൻഡ് ചെയ്യുകയോ ചെയ്തില്ലെന്ന്. അവർക്ക് എപ്പോഴും അവരുടെ സ്ഥാനം, അവരുടെ പൊസിഷൻ ഏതാണ്, അവരാരെയൊക്കെ സംരക്ഷിക്കണം, അവരെ വീട്ടുകാരെ സംരക്ഷിക്കണം, അവരുടെ കൂടെ ഏത് വ്യക്തിയാണുള്ളത്, അങ്ങനെയുള്ള ആൾക്കാർക്ക് പ്രയോറിറ്റി കൊടുത്തിരുന്നു. ഓക്കെ, അപ്പോൾ അതൊന്നും പറ്റില്ല. ഇനി നിങ്ങൾക്ക് പ്രയോറിറ്റി തരണമെന്ന് കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ ആലോചിക്കുന്നുണ്ട്. ഓക്കെ, അടുത്തത് 6 ഓഫ് വാണ്ട് ക്ലാരിഫൈ ചെയ്ത് കിട്ടിയിരിക്കുന്നത് പേജ് ഓഫ് പെൻഡിക്കിളും പേജ് ഓഫ് കിങ് ഓഫ് പെൻഡിക്കിളുമാണ്. പേജ് ഓഫ് പെൻഡിക്കിളും കിങ് ഓഫ് പെൻഡിക്കിളുമാണ്. അപ്പം നിങ്ങളടുത്തേക്ക് ഒരു ഓഫറുമായി വരണമെന്നാണ് നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നത്. എന്നാൽ പല പേഴ്സണും അതിന് സ്റ്റാർട്ടായിട്ടുണ്ട്, നിങ്ങളുടെ മുമ്പിലോട്ട് വരാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്, അതിന് ആക്ഷൻ എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. ആക്ഷനാണ് നോക്കിയിരിക്കുന്നത്, ആക്ഷൻ എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, നിങ്ങളുടെ ലൈഫിലേക്ക് അവർ കടന്നു വരാൻ പോകുന്നു. മറ്റു ചിലർക്ക് മെസ്സേജോ കോളോ വരാനുള്ള സാധ്യതയുണ്ട്. പേജ് ഓഫ് പെൻഡിക്കിളാണ് വന്നിരിക്കുന്നത്. അടുത്തത് സ്ട്രെങ്തിനെ ക്ലാരിഫൈ ചെയ്ത് കിട്ടിയിരിക്കുന്നത് 3 ഓഫ് കപ്പാണ്. അപ്പം നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവരുടെ അടുത്ത് സംസാരിക്കാനും ഉള്ള സ്ട്രെങ്ത്, അല്ലെങ്കിൽ വീട്ടുകാരോട് സംസാരിക്കാനുള്ള സ്ട്രെങ്ത് അവരെടുക്കുകയാണ്. അതല്ല എന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ അടുത്തോട്ട് വരുമ്പോഴത്തേക്ക് നിങ്ങൾ ചോദിക്കും, തേർഡ് പാർട്ടി നിങ്ങളെ ഉപേക്ഷിച്ച് മറ്റുള്ളവരെ സെലക്ട് ചെയ്തത് എന്തിന് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള സംസാരങ്ങൾ നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകുമ്പോൾ അതിന് എങ്ങനെ മുന്നോട്ട് അത് സംസാരിച്ച് നിൽക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള മാനസികമായ സ്ട്രെങ്തും അവരെടുക്കുകയാണ്. സ്ട്രെങ്തിനെ ക്ലാരിഫൈ ചെയ്ത് വന്നത് അതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഗ്രോ ചെയ്യണം, ഇനിയുള്ള ലൈഫ് ഗ്രോ ചെയ്യണം, അതിനെക്കുറിച്ചുള്ള ചിന്തകളിലായിരുന്നു ഇന്ന് കറണ്ട് ഫീലിങ്സ് ആണേ. അടുത്തത് പേജ് ഓഫ് വാൻസിനെ ക്ലാരിഫൈ ചെയ്ത് വന്നിരിക്കുന്നത് ദ മെജീഷ്യനാണ്. ദ മെജീഷ്യൻ ആകുമ്പോഴത്തേക്ക് അവർക്ക് മനസ്സിലായി അവർക്ക് ഈ മാനിഫെസ്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ചുള്ള എല്ലാ ടെക്നിക്കും അറിയാവുന്ന വ്യക്തിയായിരിക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് ദിവാസ്വപ്നങ്ങളും അതുപോലെയുള്ള ഡ്രീംസൊക്കെ ഇങ്ങനെ ഇരുന്ന് കാണുന്ന വ്യക്തികളായിരിക്കും. അവർ ലൈഫിനെക്കുറിച്ച് ഒരുപാട് ഇമാജിൻ ചെയ്യുന്ന വ്യക്തികളായിരിക്കും. അപ്പോൾ അവർക്കറിയാം അവരെന്താണോ ആഗ്രഹിക്കുന്നത് അത് അവരുടെ മുമ്പിൽ വരിക തന്നെ ചെയ്യും. അപ്പോൾ അവർ
എന്തായാലും അവരുടേതായ ലോകത്ത് തന്നെ ഇരിക്കുകയാണ്. അവിടെ ഇരുന്നിട്ട് നിങ്ങൾ അഫർമേഷൻ ചെയ്ത് നിങ്ങളെ അവരിലേക്ക് അടുപ്പിച്ചു കൊണ്ടുവരികയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് നിങ്ങൾ പിണങ്ങിയിരിക്കുകയല്ലേ. അപ്പോൾ അവർ നിങ്ങൾ അടുത്തോട്ട് വരാൻ വേണ്ടിയിട്ട് അവർ അഫർമേഷൻ ചെയ്യുകയാണ്. നിങ്ങൾ തന്നെ അവർക്കൊരു ഓഫറുമായിട്ട് അങ്ങോട്ട് ചെല്ലണം. അതിന് വേണ്ടിയിട്ട് അഫർമേഷൻ ചെയ്യണം. ഇത് കേട്ടോണ്ട് ഓഫറൊന്നും കൊണ്ട് പോവല്ലേ. നിങ്ങളെ ഉപേക്ഷിച്ച് പോയ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരണം. അല്ലാതെ നിങ്ങൾ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെൽഫ് ലവ് കുറയും. ഓക്കെ, അവർ നിങ്ങളെയാണ് വേണ്ടാന്ന് വെച്ചത്, അതല്ല നിങ്ങളല്ല അവരെ വേണ്ടാന്ന് വെച്ചത്. വീണ്ടും നിങ്ങൾ സെൽഫ് ലവ് ചെയ്യാതെ അവരുടെ പിറകെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപമാനം എന്നുള്ള ഒരു ഇതും കൂടി വാങ്ങേണ്ടി വരും. ഓക്കെ, നിങ്ങൾ വെയിറ്റ് ചെയ്യുക. സെൽഫ് ലവ് ചെയ്ത് കഴിഞ്ഞാൽ അവർ നിങ്ങളിലേക്ക് തന്നെ വരും. നിങ്ങൾ അവരിലേക്ക് തേടി പോവേണ്ട ഒരു കാരണവും ഇല്ല. കിങ് ഓഫ് സോഡിനെ ക്ലാരിഫൈ ചെയ്ത് വന്നത് 7 ഓഫ് കപ്പായിരുന്നു. നിങ്ങളെ വിട്ടേച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ അവരുടെ കയ്യിലിരുന്നാൽ തന്നെയും നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടെങ്കിൽ തന്നെയും അവർക്ക് മറ്റ് ചില കാര്യങ്ങളിലോടായിരുന്നു കാര്യം. കാരണം നിങ്ങൾ എപ്പോഴും മറ്റ് ആൾക്കാരുമായി കമ്പയർ ചെയ്ത് നോക്കിയിരുന്നു. ആ ഫോട്ടോ തന്നെ സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അവരുടെ കയ്യിലിരിക്കുന്നതിൽ അവർ തൃപ്തിയായിരുന്നില്ല. അവരുടെ ഫേസ് ഇരിക്കുന്നത് കണ്ടില്ലേ, അവരുടെ കയ്യിൽ ഒരെണ്ണം ഇരിപ്പുണ്ട്. പക്ഷേ എങ്കിലും അവർ ആ ഇരിക്കുന്നതിൽ അവർ തൃപ്തി കാണാതെ മറ്റു കാര്യങ്ങളിലേക്ക് അവർ ഭയങ്കര ഒരു ആർത്തിയോടുകൂടി അല്ലെങ്കിൽ അത് കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമെന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ മറ്റുള്ള കാര്യങ്ങളിലേക്ക് അവർ ശ്രദ്ധ വെച്ചിരുന്നു. ഓക്കെ, അപ്പം അങ്ങനെ ശ്രദ്ധ വെച്ച് നിങ്ങൾക്ക് വലിയ വാല്യൂ ഒന്നും തരാതെ നിങ്ങളുടെ നേച്ചറും കാര്യങ്ങളും എല്ലാം മറ്റുള്ള വ്യക്തികളുമായിട്ട് അവർ കമ്പാരിസൺ ചെയ്ത് നോക്കിയിരുന്നു. ഇതാണോ ബെറ്റർ, അതാണോ ബെറ്റർ എന്നുള്ള കാര്യത്തിൽ എപ്പോഴും കമ്പാരിസൺ നിങ്ങളുടെ ഇടയിൽ വന്നുകൊണ്ടിരുന്നു. അപ്പം നിങ്ങളുടെ സംസാരത്തിൽ പോലും പലപ്പോഴും അവർ കമ്പയർ ചെയ്യുന്നു മറ്റു വ്യക്തികളുമായിട്ട്. നിങ്ങളുടെ സ്വഭാവങ്ങളെക്കുറിച്ചും നിങ്ങളുടെ പ്രവൃത്തിയെക്കുറിച്ചും നിങ്ങളുടെ ഒരു ചെറിയ കാര്യങ്ങളെ പോലും അവർ കമ്പയർ ചെയ്ത് സംസാരിച്ചതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അവർ നിങ്ങളെക്കാളും ബെറ്റർ ആയിട്ടുള്ള നിങ്ങളിൽ നിന്ന് വരുന്ന ചെറിയ ചെറിയ പിണക്കങ്ങളും കാര്യങ്ങളും കാരണം അവർ നിങ്ങളെക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്തത് അവർക്ക് ഏറ്റവും വലിയ ഒരു പ്രശ്നമായി ജീവിതത്തിൽ മാറുകയും മറ്റൊരു വ്യക്തിയുടെ വാക്ക് കേട്ടത് നിങ്ങളുടെ വാക്ക് കേൾക്കാതെ അല്ലെങ്കിൽ നിങ്ങൾ എത്രയൊക്കെ അവരെ ഉപദേശിച്ച് അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എത്ര നെഞ്ചത്തടിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊന്നും അവർ ചെവി കൊള്ളാതെ മറ്റൊരു വ്യക്തിയുടെ ഒരു ഫീമെയിലിൻ്റെയാണ്, മെയിലാണെങ്കിൽ തന്നെയും അവരുടെ ഉള്ളിൽ ഫീമെയിലിൻ്റെ സ്വഭാവങ്ങളും കാര്യങ്ങളും കാണിക്കുന്ന ഒരു എനർജി ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തി, മെയിലായാലും ഫീമെയിലായാലും അത് ഫീമെയിലിൻ്റെ ആ ഒരു സ്വഭാവം കാണിക്കുന്ന വ്യക്തിയുമായിട്ട് നിങ്ങളുടെ പേഴ്സണ് സംസാരമുണ്ടായിരുന്നു. അപ്പോൾ ആ വ്യക്തികളുടെ വാക്കിലേക്ക് പോയി. നിങ്ങളുടെ വാക്കിൽ ഒരിക്കലും അവർ ചെവി തന്നിരുന്നില്ല. ഈ ഒരു പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നിങ്ങളെ ഒരുപാട് ഇഗ്നോർ ചെയ്ത് ദൂരെ കളഞ്ഞു. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഇന്ന് രാവിലെ കറണ്ട് ഫീലിങ്സിൽ അവർ ഓർക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്തത് വന്നിരിക്കുന്നത് 4 ഓഫ് വാൻസിൽ ക്ലാരിഫൈ ചെയ്ത് വന്നിരിക്കുന്നത് 3 ഓഫ് പെൻഡിക്കിളാണ്. ഓക്കെ, 3 ഓഫ് പെൻഡിക്കിൾ എന്ന് പറയുമ്പോഴത്തേക്കും 4 ഓഫ് വാൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു സെലിബ്രേഷനാണ്. ആ സെലിബ്രേഷന് വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സൺ മറ്റുള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കുന്നുണ്ട് എന്താണ് വേണ്ടത് എന്നുള്ള കാര്യത്തെക്കുറിച്ച്. ഓക്കെ, നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് അവരെ പാർട്ട്ണറാക്കി മാറ്റുക തന്നെ ചെയ്യും. അവരിട്ടിരിക്കുന്ന ഗൗൺസും കാര്യങ്ങളൊക്കെ തന്നെ കണ്ടില്ലേ. അപ്പം ആ ഒരു പാർട്ടി മൂഡ്, ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു വിവാഹം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സെലിബ്രേഷൻ്റെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുങ്ങാൻ പോകുന്നു എന്നുള്ളതാണ് അതിനുള്ളത്. ഓക്കെ, മറ്റുള്ളവരടുത്തൊക്കെ അവർ അവരുടെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു. നിങ്ങളുമായിട്ട് എങ്ങനെ മുന്നോട്ട് പോവാം, അതെങ്ങനെ വേണം എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ അവർ ഡിസ്കസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് റീഡിങ്. നിങ്ങൾക്ക് റെസനേറ്റ് ആയി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സുകൾ ഇതുപോലെ എന്തെങ്കിലും വിഷമത്തിലും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അവർക്കും കൂടി ഹെൽപ്പ് ആവുമെങ്കിൽ നിങ്ങൾ ഇത് അവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഒരു ചാനലും കൂടി ഉണ്ട്, മദർ യൂണിവേഴ്സ്. അതും കൂടി ഒന്ന് ഫോളോ ചെയ്ത് അതിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട്. നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ അതും നിങ്ങളുടെ ലൈഫിലേക്ക് ഉപകാരപ്പെടും. അപ്പോൾ എന്തായിരുന്നാലും ഇതിൽ പറഞ്ഞതുപോലെ എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് വന്നിരിക്കുന്ന കിങ് ഓഫ് പെൻഡിക്കിളും പേജ് ഓഫ് പെൻഡിക്കിളും അവരുടെ ലൈഫിലേക്ക് അവർ ആക്ഷൻ എടുത്ത് വരുന്നുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന്
യൂണിവേഴ്സ് ഈ ഒരു കാര്യം എൻ്റെ വ്യൂവേഴ്സിൻ്റെ കാര്യം നിവർത്തിച്ച് അവരെ വിളിക്കാനും അവർക്ക് മെസ്സേജ് അയക്കുവാനും യൂണിവേഴ്സ് അവരെ അനുഗ്രഹിക്കട്ടെ. ഓക്കെ, അപ്പം ഓക്കെ, ശരി, എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക. ഓക്കെ, നമ്മൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ദൈവം തന്നിരിക്കുന്ന നമ്മുടെ ഈ ജീവിതം. ഈ ജീവിതത്തോട് നമ്മളെപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം. അല്ലാതെ മറ്റ് ചെറിയ എന്തെങ്കിലും ഇമോഷണലായിട്ടുള്ള എന്തെങ്കിലും നമുക്ക് ഇന്നലെ കണ്ട ചില വ്യക്തികളുമായിട്ടുള്ള ഇമോഷൻ്റെ പേരിൽ ദൈവം തന്നിരിക്കുന്ന ഒരു ജീവിതത്തെ നമ്മൾ നശിപ്പിച്ച് കളയരുത്. ഓരോ ദിവസവും നമുക്ക് വിലപ്പെട്ടതാണ്. അപ്പോൾ ഓരോ ദിവസവും നമ്മൾ വേസ്റ്റാക്കി കളയാനുള്ളതല്ല, നമ്മൾ മരണത്തിലോട്ട് അടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള വിചാരമാണ് ഓരോ വ്യക്തികൾക്കും വേണ്ടത്. അപ്പോൾ കിട്ടുന്ന എത്രയോ നിമിഷമാണോ ആ നിമിഷം ഇത്രയും മനോഹരമായ ഭൂമിയിലെ എത്രയും സന്തോഷങ്ങൾ സൗന്ദര്യങ്ങൾ എല്ലാം ആസ്വദിച്ച് സന്തോഷത്തോടെ നമുക്ക് ഈ ഭൂമിയിൽ നിന്ന് പോകേണ്ടതാണെന്നുള്ളൊരു ചിന്ത നമുക്കുണ്ടായിരിക്കട്ടെ. കിട്ടുന്ന സമയം വേസ്റ്റാക്കി കളയാതെ എല്ലാവരും സന്തോഷത്തോടെ തന്നെ ഇരിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.